ഇടുക്കിയിലേക്കൊന്ന് പോകാം. ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ തൊഴിലാളികളുടെ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളാണ് അമിത വേഗത്തിൽ പായുന്നത്. ഒരു വാഹനത്തിൽ 15-ലധികം തൊഴിലാളികളെ കുത്തിനിറച്ചാണ് മരണപ്പാച്ചിൽ. തൊഴിലാളി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ തൊഴിലാളി വാഹനങ്ങൾ പരിശോധിക്കുന്നില്ല. തൊഴിലാളി വാഹനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് MVDയും പോലീസും. നമുക്ക് ചില ദൃശ്യങ്ങൾ കൂടി കാണാം. കുത്തിനിറച്ച് ആളുകളുമായിട്ട് ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പലപ്പോഴും ഈ വാഹനങ്ങൾ പോകുന്നത് എന്നാണ് ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് സന്ദീപിലേക്ക് ഒന്ന് പോകാം. സന്ദീപ്, ഈ ഒരു വണ്ടിയിൽ തന്നെ 10-15 പേരെയൊക്കെ കുത്തിനിറച്ച് പോകുന്നുണ്ട്. അതിൽ വല്ലാതെ അമിത വേഗതയിൽ പായുന്നുണ്ട് എന്നാണ് നമ്മളുടെ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ നമ്മളുടെ റിപ്പോർട്ടിൽ കാണുന്ന വണ്ടികളിൽ ചില വണ്ടികളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു പോകുന്നതായിട്ട് കാണാം. എന്താണ്, സ്ഥിരമായിട്ടുള്ളൊരു പരാതിയാണോ നാട്ടുകാർക്ക്, സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും തമിഴ്നാട് ഈ കമ്പം അതുപോലെ തന്നെ ബോഡി നായ്ക്കന്നൂർ എന്നിവിടങ്ങളിലാണ് ഏതാണ്ട് 3500-ലധികം തൊഴിലാളികളാണ് പ്രതിദിനം ഇത്തരം വാഹനങ്ങളിൽ ഇടുക്കിയിലെ വിവിധ തോട്ടം മേഖലകളിലേക്ക് എത്തുന്നത്. ഈ തോട്ടം മേഖലയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പലതും കൃത്യമായി ബുക്കും പേപ്പറും ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹന അപകടങ്ങൾ, ഏതാണ്ട് 15-ലധികം തോട്ടം തൊഴിലാളി സ്ത്രീകൾ ഈ വാഹന അപകടങ്ങളിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബോഡിമെട്ട് മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് മരണക്കെണിയായിട്ടുള്ള വഴികളാണ്. കാരണം കുത്തിയിറക്കവും കൊടും വളവുകളും നിറഞ്ഞിട്ടുള്ള ഭാഗമാണ്. റോഡ് സൈഡിലൂടെയാണ് വളവുകളിൽ പോലും ഈ വാഹനങ്ങൾ കയറി വരുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ ഒരു മരണപ്പാച്ചിൽ രാവിലെയും വൈകിട്ടുമാണ്. രാവിലെ ഏതാണ്ട് 6 മണി മുതൽ തുടങ്ങുന്നത്, ഏതാണ്ട് ഒരു 7 മണി വരെ തുടരും. അതിനുശേഷം വൈകുന്നേരം തിരികെ പോകുന്നതും ഈ 2 സമയത്താണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാകുന്നതും വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നതും. ഈ തൊഴിലാളികളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇത്തരം വാഹനങ്ങളിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ തവണ പുലിക്കുത്തിന് താഴ്വശത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെട്ട് ഏതാണ്ട് 6 പേർ മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും 1 രൂപ പോലും ഇൻഷുറൻസ് പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. ഈ വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താതെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് അടയ്ക്കാതെയുമുള്ള വാഹനങ്ങളുമായിട്ടാണ് ഈ തൊഴിലാളികളെ കയറ്റി വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഇവയെ കാര്യമായി പരിശോധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിലാളി വാഹനങ്ങൾ എത്തുന്ന സമയത്ത് ചെക്ക് പോസ്റ്റുകൾ തുറന്നിട്ട് ഈ വാഹനങ്ങൾ പരിശോധനയില്ലാതെ കടത്തിവിടുകയാണ്. മറ്റെല്ലാ മേഖലകളിലും MVDയും പോലീസും ഒക്കെ വാഹന പരിശോധന നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ തൊഴിലാളി വാഹനങ്ങളെ സംബന്ധിച്ച് അത്തരമൊരു പരിശോധനയോ ഇവരുടെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. തൊഴിലാളികളെ കുത്തിനിറച്ച് വരുന്നത് അവരുടെ പരാധീനതയും പരിമിതിയും ഒക്കെ ആയിരിക്കാം. എങ്കിലും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് യാത്രക്കാരുമായിട്ട് ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഈ തൊഴിലാളികളെ കൊണ്ടുവരരുത്. നമ്മളുടെ ദൃശ്യങ്ങളിൽ ചില വാഹനങ്ങൾക്ക് അമിത വേഗതയുള്ളതും അവ ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ പോകുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യരാണ് ആ വാഹനം ഓടിക്കുന്നതും എന്നത് എനിക്കറിയാം. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്രൈവർമാർ ഏതെങ്കിലും ഒരു അപകടമുണ്ടായാൽ അത് നിങ്ങളുടെ ബാധ്യതയായി തന്നെ തീരും. അതുകൊണ്ട് കുറച്ച് സാവധാനം പോവുക. അതേപോലെ കൂടുതൽ ആളുകളെ നിങ്ങളുടെ വാഹനത്തിൽ തിരികെ കയറ്റാതിരിക്കുക. ചില സാഹചര്യങ്ങളിൽ അതൊക്കെ വേണ്ടി വരുമെന്ന് അറിയാം. കാര്യം ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ തേയില തൊഴിലാളികൾ അവിടുത്തെ കമ്പനി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാക്കുകയും വേണം.